Good morning to all of you. Today we are going to talk about Kelly's coefficient of skewness. Absolute measure skewness is equal to deciles 9 plus deciles 1 minus 2 into median. Skewness is equal to percentiles 90 plus percentiles 10 minus 2 median. Relative measure skewness is equal to deciles 9 plus deciles 1 minus 2 into median divided by deciles 9 minus deciles 1. Percentiles 90 plus percentiles 10 minus 2 into median divided by percentiles 90 minus percentiles 10. Find the Kelly's coefficient of skewness from the following. Roll number, marks. Individual observation question ആണ്. കെല്ലീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ട് രീതിയിലാണ് കെല്ലീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. ഡെസൈൽസിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഇക്വേഷൻ സ്ക്യൂനെസ് ഈസ് ഈക്വൽ ടു ഡിസൈൽസ് 9 പ്ലസ് ഡിസൈൽസ് 1 മൈനസ് 2 ഇൻറ്റു മീഡിയൻ ഡിവൈഡഡ് ബൈ ഡിസൈൽസ് 9 മൈനസ് ഡിസൈൽസ് 1. On the basis of percentiles, skewness is equal to percentiles 90 plus percentiles 10 minus 2 into median minus percentiles 90 minus percentiles 10. തുടർന്ന് ഡിസൈൽസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, മീഡിയൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം അത് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സിൻ്റെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. പെർസെൻറ്റൈൽസിൻ്റെ അടിസ്ഥാനത്തിലുള്ളത് അതിൽ പെർസെൻറ്റൈൽസ് 90 കാണുക, പെർസെൻറ്റൈൽസ് 10 കാൽക്കുലേറ്റ് ചെയ്യുക, മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ പെർസെൻറ്റൈൽസ് കാൽക്കുലേറ്റ് ചെയ്യാൻ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് അത് കാൽക്കുലേറ്റ് ചെയ്യുക. തുടർന്ന് കെല്ലീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സിൻ്റെ പെർസെൻറ്റൈൽസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. ആ രീതിയിൽ ഈ പ്രോബ്ലം പൂർത്തീകരിക്കുക. അസൈൻമെൻ്റായിട്ട് സബ്മിറ്റ് ചെയ്യുക. അതോടൊപ്പം ഇല്ലുസ്ട്രേഷൻ 10 ഡിസ്ക്രീറ്റ് സീരീസിലുള്ളതാണ്. ഇല്ലുസ്ട്രേഷൻ 11 കണ്ടിന്യൂസ് സീരീസിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. അതും കെല്ലീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് ഹോംവർക്കായിട്ട് പൂർത്തീകരിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കുക മൊമെൻറ്റ്സ് എന്നതിനെക്കുറിച്ചാണ്. മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടേമാണ്. അവിടെ പ്രധാനമായിട്ടും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫോഴ്സിൽ നിന്നും മെഷീൻസിന് ഒക്കെ ഉണ്ടാകുന്ന അതിൻ്റെ ടേണിങ് അല്ലെങ്കിൽ ആ റൊട്ടേറ്റിംഗ് മെഷറിനെയാണ് നമ്മൾ മൊമെൻറ്റ്സ് എന്ന് പറയുക. എന്നാൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ മൊമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അരിത്തമെറ്റിക് ആവറേജിൽ നിന്നുള്ള
ഡീവിയേഷൻസിൻ്റെ പവേഴ്സിൻ്റെ ആവറേജാണ് മൊമെൻറ്റ്സ് എന്ന് പറയുക. Moment is a general term used in physics or mechanics and provides us a measure of the turning or the rotating effect of a force about some point. But in statistics, it may be defined as the arithmetic average of a certain power of deviations of the items from their arithmetic mean. Accordingly, there can be moments of various order, namely moment of first order, second order, third order, fourth order, and so on. Uses of moments. Moments are used to describe the central tendency of a series. They are used to describe the dispersion of items of a series. They help us to describe the skewness of a series. They help to describe the kurtosis of a series. Importance of moments or properties. The first central moment is always 0. That is mu1 is equal to 0. The second central moment about the mean indicates the variance. Second central moment എന്ന് പറയുക വേരിയൻസ് തുല്യമാണ്. mu2 is equal to sigma square. Therefore, sigma is equal to square root of mu2. സെക്കൻഡ് ആൻഡ് തേർഡ് മൊമെൻസിൻ്റെ അടിസ്ഥാനത്തിൽ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. Carl Pearson has suggested a different measure of skewness based on third and second central moments defined as follows. Beta 1 is equal to mu3 square divided by mu2 cube, where beta 1 is equal to coefficient of skewness. mu3 is third central moment, mu2 is second central moment. The fourth and second central moments are used to measure kurtosis, that is beta 2. മൊമെൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് കുർട്ടോസിസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് ബീറ്റ 2 എന്നാണ് പറയുക. സെക്കൻഡ് മൊമെൻറ്റും ഫോർത്ത് മൊമെൻറ്റും ഉപയോഗിച്ചാണ്. Therefore, beta 2 is equal to mu4 divided by mu2 square. Moments about the mean, central moments. The moments about the mean are generally represented by mu. These moments are calculated as the arithmetic mean of certain powers of the deviations of the items taken from their actual mean. First moment about the mean, mu1 is equal to sigma x minus x bar divided by n, or sigma d divided by n, or sigma fd divided by n. മീനിൽ നിന്നുള്ള ഡീവിയേഷൻസിൻ്റെ പവേഴ്സ് എടുത്തിട്ട് അതിൻ്റെ ആവറേജാണ് മൊമെൻറ്റ്സ് എന്ന് പറയുക. അതിൽ ഫസ്റ്റ് മൊമെൻറ്റിൻ്റെ ഇക്വേഷനാണ് ഇപ്പോൾ പറഞ്ഞത്. ദെൻ സെക്കൻഡ് മൊമെൻറ്റ് അബൌട്ട് ദി മീൻ mu2 is equal to sigma x minus x bar all square divided by n, or sigma d square divided by n, or sigma fd square divided by n. Third moment about the mean mu3 is equal to sigma x minus x bar all cube divided by n, or sigma d cube divided by n, or sigma fd cube divided by n. Fourth moment about the mean mu4 is equal to sigma x minus x bar raised to 4
divided by n or sigma d raised to 4 divided by n or sigma f d raised to 4 divided by n. Calculate the first 4 central moments and apply the beta measure of skewness 2, 4, 6, 8 and 10. 4 സെൻട്രൽ മൊമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ മെഷർ ഓഫ് സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യുക. എക്സ് അതിൻ്റെ വേരിയബിൾസ് 2, 4, 6, 8, 10. നെക്സ്റ്റ് കോളത്തിൽ എക്സ് മൈനസ് എക്സ് ബാർ. എക്സ് ബാർ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ ഈസിക്കൽ ടു 30 ഡിവൈഡ് ബൈ 5 ഈസിക്കൽ ടു 6 ആണ് എക്സ് ബാർ. തുടർന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വേരിയബിളിൽ നിന്നും മീനും തമ്മിലുള്ള ഡീവിയേഷൻ എടുക്കുക. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ ഈസിക്കൽ ടു 0 എന്ന് ലഭിക്കുന്നു. അതാണ് ഫസ്റ്റ് സെൻട്രൽ മൊമെൻറ്റിൻ്റേത്, എക്സ് മൈനസ് എക്സ് ബാർ. ദെൻ സെക്കൻഡ് സെൻട്രൽ മൊമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഈ ഡീവിയേഷൻ്റെ സ്ക്വയർ എടുക്കുക. ദെൻ അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഈസിക്കൽ ടു 40 ആണ് ടോട്ടൽ വരിക. അടുത്ത തേർഡ് സെൻട്രൽ മൊമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് എക്സ് മൈനസ് എക്സ് ബാർ ക്യൂബ്. അങ്ങനെ എക്സ് മൈനസ് എക്സ് ബാർ ക്യൂബ് 0 വരുന്നു. ദെൻ ഫോർത്ത് സെൻട്രൽ മൊമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് എക്സ് മൈനസ് എക്സ് ബാർ റേസ് ടു 4. അത് 544 ലഭിക്കുന്നു. തുടർന്ന് ഓരോ മൊമെൻറ്റ്സും കാൽക്കുലേറ്റ് ചെയ്യുക. μ1 ദാറ്റ് ഈസ് ഫസ്റ്റ് സെൻട്രൽ മൊമെൻറ്റ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ എൻ ദാറ്റ് ഈസ് x minus x bar is equal to 0 divided by n is equal to 5 is equal to 0. Then mu2 second central moment is equal to sigma x minus x bar square divided by n is equal to 40 divided by 5 is equal to 8. Then mu3 that is third central moment is equal to sigma x minus x bar cube divided by n is equal to 0 divided by 5 is equal to 0. Mu4 that is fourth central moment sigma x minus x bar raised to 4 divided by n is equal to 544 divided by 5 is equal to 108.8. Calculation of coefficient of skewness based on moments, that is beta 1 is equal to mu3 square divided by mu2 cube is equal to mu3 is 0 square divided by mu2 is 8 cube is equal to 0. അതിൻ്റെ സ്ക്യൂനെസ് 0 എന്ന് കിട്ടുന്നത് കൊണ്ട് ബീറ്റ 1 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നതുകൊണ്ട് ഇത് ഡിസ്ട്രിബ്യൂഷൻ ഈസ് സിമെട്രിക്. അതായത് ആ ഡിസ്ട്രിബ്യൂഷൻ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, അവിടെ സ്ക്യൂനെസ് ഇല്ല എന്നുള്ളതാണ് പ്രതിപാദിക്കുന്നത്. സിമെട്രി ഇല്ലാതാകുമ്പോഴാണ് സ്ക്യൂനെസ് ഉണ്ടാവുക.